ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള 2 പേർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ, സുദർഹ്യ സേവനത്തിനുള്ള ബഹുമതി 11 പേർക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും രാജസ്ഥാനും സന്ദർശിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി ജയ്പൂരിൽ കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. നവകേരള സദസ്സ് സർക്കാരിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചതായി നയപ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യതലസ്ഥാനത്ത് പൂർത്തിയായി. വികസിത ഭാരതം പ്രമേയമായി നടക്കുന്ന പരേഡിൽ നാരീശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇക്കുറി 26 നിശ്ചല ദൃശ്യങ്ങളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തും. സായുധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കുതിര പോലീസ്, NCC സ്കൌട്ട്സ് എന്നിവർ ചടങ്ങിൽ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലകളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിശമന വിഭാഗം, ഹോംഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി 1132 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 2 അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് മരണാന്തര ബഹുമതിയായി നൽകി. CRPF, സശസ്ത്ര സീമാബൽ തുടങ്ങി വിവിധ പോലീസ് സേനകളിലെ 275 ഉദ്യോഗസ്ഥർ ധീരതയ്ക്കുള്ള മെഡലിന് അർഹരായി. കേരളത്തിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലും 11 പേർക്ക് സുദർഹ്യ സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, ADGP ഗോപേഷ് അഗർവാൾ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും രാജസ്ഥാനും സന്ദർശിക്കും. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ 19,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. റെയിൽ, റോഡ്, പാർപ്പിട പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി വൈകുന്നേരം ജയ്പൂരിൽ സ്വീകരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ഉഭയകക്ഷി പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. ജയ്പൂരിലെ ചരിത്രപ്രസിദ്ധമായ ആംബർ ഫോർട്ട്, ജന്തർ മന്ദർ, ഹവാ മഹൽ എന്നിവ ഇരുവരും സന്ദർശിക്കും. പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിലും ഇമ്മാനുവൽ മാക്രോൺ പങ്കെടുക്കും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. നയപ്രഖ്യാപനത്തിലെ അവസാന ഖണ്ഡിക മാത്രമാണ് ഗവർണർ വായിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. 63 പേജുള്ള നയപ്രഖ്യാപനത്തിൽ അഭിസംബോധനയ്ക്ക് ശേഷം അവസാനത്തെ ഖണ്ഡിക മാത്രമാണ് ഗവർണർ വായിച്ചത്. 1 മിനിറ്റോളം മാത്രമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദൈർഘ്യം. നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണ് എന്ന് തുടങ്ങുന്ന ഖണ്ഡികയാണ് ഗവർണർ വായിച്ചത്. അതിനുശേഷം നയപ്രഖ്യാപനം ഗവർണർ സഭയുടെ മേശപ്പുറത്ത് വച്ചു. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി 29-ന് സഭ വീണ്ടും ചേരും. 29, 30, 31 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് നയപ്രഖ്യാപനം. വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കടുത്ത പണഞ്ഞെരുക്കം സംസ്ഥാനത്തുണ്ടാക്കുന്നതായും കേന്ദ്രം അടിയന്തരമായി നിലപാട് പുനഃപരിശോധിക്കണമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. നവകേരള സദസ്സ് സർക്കാരിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചതായി പറയുന്ന നയപ്രഖ്യാപനം ഓരോ വേദിയിലുമുണ്ടായ അസാധാരണമായ ജനപങ്കാളിത്തം കേരള ജനത സർക്കാരിൽ അർപ്പിച്ച വിശ്വാസത്തെ ആവർത്തിച്ചുറപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടുന്നു. 2024 മാർച്ചിൽ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം.
വിഴിഞ്ഞം തുറമുഖം 2024 അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെ വോട്ടർമാർക്ക് ലഭിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നടന്ന 14ാമത് ദേശീയ സമ്മതിദായക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പൌരന്മാരിൽ തിരഞ്ഞെടുപ്പ് അവബോധം സൃഷ്ടിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നത്. दुनिया के सबसे विशाल और जीवंत लोकतंत्र की विश्व पटल पर प्रतिष्ठा बढ़ाने के लिए मैं देश के सभी मतदाताओं को बधाई देती हूँ. हमारे लोकतंत्र की विशालता और विविधता हमारे लिए गर्व की बात है. हमारे लोकतंत्र की गौरवशाली यात्रा में निर्वाचन आयोग की महत्वपूर्ण भूमिका रही है. अब तक निर्वाचन आयोग द्वारा 17 आम चुनाव और 400 से अधिक विधानसभा चुनाव संपन्न कराए जा चुके हैं. തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ ആഘോഷിക്കുന്ന അവസരമാണ് ദേശീയ സമ്മതിദായക ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും വലിയ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനും തന്റെ സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സമ്മതിദായക ദിനത്തിൽ ബിജെപി യുവമോർച്ച സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നവവോട്ടർമാരെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഭൂരിപക്ഷ സർക്കാർ ഉള്ളപ്പോൾ നയങ്ങളിലും തീരുമാനങ്ങളിലും വ്യക്തതയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ദിശയും സമീപനവും യുവ വോട്ടർമാർ അവരുടെ വോട്ടിലൂടെ തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29 നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് തൃശൂരിൽ ഇന്ന് സമാപനമാകും. വല്ലച്ചിറ പഞ്ചായത്തിലെ പരിപാടിയോടെയാണ് ജില്ലയിൽ യാത്ര പര്യടനം പൂർത്തിയാക്കുന്നത്. ഇന്നലെ താനൂർ, ചിറമംഗലം, ചെമ്മാട് എന്നിവിടങ്ങളിലെ പര്യടനത്തോടെ മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയായി. ആലപ്പുഴ ജില്ലയിലും ഇന്നലെ പര്യടനം പൂർത്തിയായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ. ഡൽഹിയിലെത്തേണ്ട 24 ട്രെയിനുകളാണ് 1 മുതൽ 8 മണിക്കൂർ വരെ വൈകി ഓടുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന പാകിസ്ഥാൻ യുവതിക്ക് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട് നാസിക് സ്വദേശിയും എഞ്ചിനീയറുമായ വ്യക്തിയെ മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇറക്കുമതി കയറ്റുമതി വ്യാപാരം നടത്തിവന്നിരുന്ന ഇയാൾ ഐസിസിന് 3 തവണ ഫണ്ട് കൈമാറിയെന്നാണ് ATS കണ്ടെത്തിയിരിക്കുന്നത്. ഐസിസിന്റെയും ഇന്ത്യൻ മുജാഹിദീൻ ഭീകര സംഘടനയുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഇയാൾ സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നാണ് വിവരം. പ്രത്യേക ATS കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജനുവരി 31 വരെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഹൈദരാബാദിൽ തുടക്കമായി. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡൻ സഖ്യം ഫൈനലിൽ. ഇന്ത്യയുടെ അഭിമാന താരം രോഹൻ ബൊപ്പണ്ണ കരിയറിൽ ഇതാദ്യമായാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിലെത്തുന്നത്. സെമിയിൽ ഷാങ് തോമസ് സഖ്യത്തെ 1-2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബൊപ്പണ്ണ എബ്ഡൻ സഖ്യം കലാശക്കളിക്ക് യോഗ്യത നേടിയത്. കഴിഞ്ഞ ദിവസം സെമി ഫൈനലിലെത്തിയതോടെ ടെന്നീസ് പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ ലോക 1-ാം നമ്പർ പദവി രോഹൻ ബൊപ്പണ്ണ സ്വന്തമാക്കിയിരുന്നു. UN രക്ഷാസമിതിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് UN പൊതുസഭാ അധ്യക്ഷൻ ഡെന്നിസ് ഫ്രാൻസിസ്. ആഗോള രാഷ്ട്രീയ അസ്ഥിരതകളെ ചെറുക്കാനായി UN രക്ഷാസമിതി നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് തൃപ്തിയില്ലെന്നും ആഗോളതലത്തിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ UNSCക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള 2 പേർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ. സുദർഹ്യ സേനത്തിനുള്ള ബഹുമതി 11 പേർക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും രാജസ്ഥാനും സന്ദർശിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി ജയ്പൂരിൽ കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. നവകേരള സദസ്സ് സർക്കാരിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചതായി നയപ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.